ബിജെപിക്ക് ഇപ്പൊ എന്നാ പ്രശ്നം? നിനക്കറിയില്ലല്ലേ? ഞങ്ങളിപ്പോ പറഞ്ഞല്ലോ, KM ഷാജിയുടേത് സ്വത്വ രാഷ്ട്രീയവും വെള്ളാപ്പള്ളിയുടേത് വർഗീയവുമാകുന്നിടത്താണ് കോൺഗ്രസിന്റെ ഇരട്ടത്താപ്പ്. വെള്ളാപ്പള്ളിയോ സുകുമാരൻ നായരോ അവരവരുടെ സമുദായത്തിന് വേണ്ടി പറഞ്ഞാൽ വർഗീയത, മുസ്ലിം ലീഗ് നേതാവ് പറഞ്ഞാൽ സ്വത്വ രാഷ്ട്രീയം. അതങ്ങനെ വിടാൻ പറ്റുമോ ബ്രദർ? അതെങ്ങനെ വിടാൻ പറ്റും? PD സതീശൻ തെരഞ്ഞെടുപ്പിന് മുൻപ് മുസ്ലിം സമുദായത്തിലെ മുഴുവൻ സമുദായ നേതാക്കന്മാരുടെയും തിണ്ണനിറങ്ങി, ഏതെങ്കിലും ഒരു ഹിന്ദു സമുദായ നേതാവിന്റെ തിണ്ണനിറങ്ങിയില്ല എന്നിടത്താണ് ഞങ്ങൾ നിങ്ങളെ ചോദ്യം ചെയ്തത്. വീട്ടിലെ കാരണവർക്ക് അടുപ്പിലുമാവാ. KC വേണുഗോപാൽ ഈ രാജ്യത്തെ കോൺഗ്രസിന്റെ പ്രതീക്ഷയായ രാഹുൽ ഗാന്ധിയുടെ ഇടമല നിന്ന് പ്രവർത്തിക്കുന്ന KC വേണുഗോപാൽ ഇന്ന് പറഞ്ഞ പ്രസ്താവന എന്താ? VD സതീശന് പൂർണ്ണ പിന്തുണ നൽകിക്കൊണ്ട് കോൺഗ്രസിലെ ഒരു സാധാരണ കോൺഗ്രസ് പ്രവർത്തകന്റെ പൂർണ്ണ ഉത്തരവാദിത്ത ബോധത്തോടുകൂടി എല്ലാവിധ പിന്തുണയോടും കൂടി ഉണ്ടാകും, ഞങ്ങൾ എല്ലാവരും ഒന്നിച്ചാണ് കേരളം ഭരിക്കുന്നത് എന്നല്ലേ പറഞ്ഞത്? നിന്നെ എനിക്ക് നേരത്തെ അറിയാം. അപ്പ കണ്ടവനെ അപ്പാന്ന് വിളിക്കുന്നവനാ നീ. മരിക്കുമ്പോൾ ഒരു മൂവർണ്ണക്കൊടി മാത്രം മതി എന്ന് ആഗ്രഹിക്കുന്ന ഒരു സാധാരണ കോൺഗ്രസ് പ്രവർത്തകന്റെ പൂർണ്ണ വികാരത്തോടുകൂടി VD സതീശനെ പിന്തുണയ്ക്കുന്നു. ഇനി രമേശ് ചെന്നിത്തലയുടെ കാര്യമായിക്കോട്ടെ, അദ്ദേഹം നേരത്തെ നിശ്ചയിച്ചത് പ്രകാരം അദ്ദേഹം സ്ഥിരമായി പോകുന്നത് പോലെ ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിന് പോയിരിക്കുന്നു. അദ്ദേഹവും ഹൈക്കമാൻഡിന്റെ തീരുമാനത്തിനെതിരായിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല. യോഗത്തിൽ പങ്കെടുത്തില്ല എന്ന് വെച്ചിട്ട് VD സതീശനുള്ള പിന്തുണ ഇല്ല എന്ന് നമ്മൾ വിചാരിക്കരുത്. അതുപോലെ അഭിപ്രായം പറയില്ല. പൂർണ്ണ പിന്തുണയോടുകൂടിയാണ് VD സതീശൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകാൻ പോകുന്നത്. അല്ലെങ്കിൽ ഗുരുവായൂരപ്പൻ പിണങ്ങും എന്ന് കരുതിയിട്ടാണോ ഈ പാർലമെന്ററി പാർട്ടി യോഗത്തിലൊക്കെ പങ്കെടുത്ത് നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയായ ശേഷം ഗുരുവായൂർ പോകാമല്ലോ? ഈ പറയുന്ന ഗുരുവായൂർ ദർശനത്തിന്റെ വാദം ആരെങ്കിലും വിശ്വസിക്കും, ആർക്കെങ്കിലും ബോധ്യപ്പെടുമെന്ന് ശരിക്കും ജിൻഡോ തന്നെ കരുതുന്നുണ്ടോ? അല്ല, ഞാൻ പറയട്ടെ, ജനാധിപത്യത്തിൽ എല്ലാവർക്കും അവസരങ്ങൾക്കും സാധ്യതകൾക്കും താല്പര്യമുള്ള ആളുകളാണല്ലോ എല്ലാവരും. മുഖ്യമന്ത്രി സ്ഥാനം ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്, മന്ത്രിമാരാകാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്, MLA മാരും പാർട്ടി സ്ഥാനങ്ങളൊക്കെ വരാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. ആഗ്രഹത്തിനൊപ്പം സാഹചര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ മാനസിക വിഷമം ഉണ്ടാകുന്നതൊക്കെ സ്വാഭാവികമല്ലേ, മനുഷ്യരല്ലേ? നൈസായിട്ട് വെളുപ്പിച്ചിട്ടുണ്ട്. ആദ്യമേ തന്നെ നിയുക്ത മുഖ്യമന്ത്രി ശ്രീ VD സതീശന് എല്ലാവിധ അഭിനന്ദനങ്ങളും രേഖപ്പെടുത്തുകയാണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നേടിയ വിജയത്തിനും അദ്ദേഹത്തെ മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുത്തതിനും അദ്ദേഹത്തിന് എല്ലാവിധ അഭിനന്ദനങ്ങളും രേഖപ്പെടുത്തുന്നു. ശ്രീമാൻ VD സതീശന്റെ എൻട്രി എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു അൺസെറിമോണിയൽ എൻട്രി ആയിരുന്നു. കാരണം ഒരുപക്ഷെ കേരളത്തില് ഇന്നേ വരെ ഒരു മുഖ്യമന്ത്രിയുടെ തെരഞ്ഞെടുപ്പിനും ഉണ്ടാകാത്ത ഒരു ഡ്രാമ, അതിനുശേഷം ഉണ്ടായ പ്രശ്നങ്ങൾ, ഇതൊക്കെ നോക്കുമ്പോൾ നമ്മൾ തെരുവിൽ വലിയ ആവേശം കാണുന്നുവെന്ന് തോന്നുമ്പോൾ തന്നെ രാഷ്ട്രീയമായി വലിയ തിരിച്ചടിയോടുകൂടിയാണ് അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കടന്നെത്തുന്നത് എന്നൊരു യാഥാർത്ഥ്യമാണ്. കാരണം ഇന്ന് ശ്രീമതി ദീപാദാസ് മുൻഷി അവരുടെ ഒരു ബൈറ്റ് ഞാൻ കാണുകയുണ്ടായി. അതിൽ അവർ സമ്മതിക്കുന്നുണ്ട്, MLA-മാരുടെ എണ്ണത്തിൽ KC വേണുഗോപാലിനായിരുന്നു പിന്തുണ കൂടുതൽ എന്ന് പറയുന്ന ഒരു ബൈറ്റ് ഇന്ന് കേരളത്തിലെ ഒരു പ്രമുഖ ചാനൽ പുറത്തുവിട്ടിട്ടുണ്ട്. ഞാനത് കണ്ടിട്ടാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ തന്നെ ആദ്യ വാദം തന്നെ പൊളിഞ്ഞു. പാർലമെന്ററി പാർട്ടിയിൽ ഭൂരിപക്ഷം ഇല്ലാത്ത ഒരു മുഖ്യമന്ത്രി എന്നത് എക്കാലത്തേക്കും ശ്രീമാൻ VD സതീശന്റെ മേലുള്ള ഒരു ബ്ലാക്ക് മാർക്ക് തന്നെയാണ്. ബ്ലാക്ക് മാർക്ക് ഇൻ ദ സെൻസ് അതൊരു പോരായ്മ തന്നെയാണ്. അല്ലാതെ അദ്ദേഹം യുനാനിമസ് ആയി കേരളത്തിന്റെ MLA-മാർ ചേർന്ന് തെരഞ്ഞെടുത്ത നേതാവല്ല എന്നതൊരു വസ്തുതയാണ്. എന്താണ് മോനെ വെച്ച് സംസാരിക്കണത്? എന്താണെന്ന് വെച്ചാൽ തെളിച്ചു പറ. എന്തിനാണ് സുകുമാരൻ നായരെയും വെള്ളാപ്പള്ളി നടേശനെയും അധിക്ഷേപിച്ചുകൊണ്ട് മുദ്രാവാക്യം വിളിക്കുന്നത്? സ്വന്തം നേതാവിന് ജയ് വിളിച്ചുകൊള്ളൂ, നിങ്ങൾ വിജയിച്ചു, നിങ്ങൾക്ക് മുഖ്യമന്ത്രി ഉണ്ടായി, ആയിക്കോട്ടെ. അപ്പോ ആരാണത് വിളിക്കുന്നത്? ലീഗിന്റെ ഭരണം വരികയാണ് കേരളത്തിൽ. അഭിപ്രായം പറയാൻ ഇറങ്ങി പുറപ്പെട്ടാൽ തിരിച്ചും പ്രതീക്ഷിക്കണ്ടേ? അത് സ്വാഭാവികമല്ലേ? അല്ല, പ്രതീക്ഷിച്ചോട്ടെ. അല്ല, അതാ ഞാൻ പറഞ്ഞത്, ആരാണ് വിളിച്ചത്, അതിന്റെ സാങ്കത്യം എന്താണ്? ഇതിനു മുൻപ് പ്രസംഗിച്ച ചില കാര്യങ്ങൾ കൂടി കൂട്ടി വായിക്കുമ്പോഴാണ് നിഷ നമുക്കതിൽ അസ്വാഭാവികത ഉണ്ടാകുന്നത്. കഴിഞ്ഞ 10 വർഷത്തെ കേട് മുസ്ലിങ്ങൾക്ക് വേണ്ടി തീർത്തിട്ട് വേണം നമ്മൾ അടുത്ത UDF ഭരണം പിടിക്കാനെന്ന് പ്രസംഗിച്ചത് KM ഷാജിയല്ലേ? മതമാണ് പ്രശ്നമെന്ന് പ്രസംഗിച്ചത് KM ഷാജിയല്ലേ? അപ്പൊ അദ്ദേഹത്തിന്റെ പാർട്ടി ഇത് ചെയ്യുമ്പോഴാണ് പ്രശ്നം. മതമാണ് ഞങ്ങളുടെ പ്രശ്നമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ മതത്തിന് സമുദായത്തിന് വേണ്ടി വേണം ഭരണം പിടിക്കാനെന്ന് പ്രസംഗിച്ചതിന് ശേഷം തെരുവിൽ ഇത് നടത്തുമ്പോഴുണ്ടാകുന്ന അസ്വാഭാവികതയെ പറ്റി ഞങ്ങൾ പറഞ്ഞുള്ളൂ. ഹൈക്കമാൻഡിന് എന്തുകൊണ്ടാണ് ഈ പറയുന്ന MLA-മാരുടെ ഭൂരിപക്ഷ അഭിപ്രായത്തെ മറികടക്കേണ്ട സാഹചര്യം ഉണ്ടായത്? ആ സാഹചര്യം എവിടെ നിന്നുണ്ടായി?
ഈ കാര്യങ്ങൾ കൂട്ടി വായിക്കുമ്പോൾ ഞങ്ങൾക്കുണ്ടാകുന്ന രാഷ്ട്രീയമായ എതിരഭിപ്രായങ്ങളാണ് ഞങ്ങൾ പ്രകടിപ്പിച്ചിട്ടുള്ളത്. ഞങ്ങൾ ഏതെങ്കിലും മനസ്സിലാക്കുന്നത് തീർച്ചയായിട്ടും ജമാഅത്തെ ഇസ്ലാമിയുടെയും മുസ്ലിം ലീഗിന്റെയും സമ്മർദ്ദം തന്നെയാണ് അതിന്റെ പിന്നിലുള്ളത്. ഇതിന്റെ പിന്നിൽ ആരുടെയോ കറുത്ത കൈ പ്രവർത്തിച്ചിട്ടുണ്ട്. മുസ്ലിം ലീഗിന്റെ പിന്തുണയിൽ മാത്രമേ നിങ്ങൾക്ക് പ്രശ്നമുള്ളൂ. RSPയുടെ പിന്തുണ, കേരള കോൺഗ്രസ് ജോസഫിന്റെ പിന്തുണ, ഇതൊക്കെ VD സതീശൻ ഉണ്ടായിരുന്നു. ഇവരൊക്കെ തന്നെ പരസ്യമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കേരള കോൺഗ്രസ് ജോസഫിന്റെ പിന്തുണയിലും RSPയുടെ പിന്തുണയിലും നിങ്ങൾക്ക് പ്രശ്നമില്ല. മുസ്ലിം ലീഗിന്റെ പിന്തുണയിൽ മാത്രമാണ് പ്രശ്നം. കേരള കോൺഗ്രസ് ഇവിടുത്തെ കത്തോലിക്ക സഭയ്ക്ക് വേണ്ടിയാണ് ഭരണം പിടിക്കുന്നതെന്ന് കേരള കോൺഗ്രസ് എവിടെയും പ്രഖ്യാപിച്ചിട്ടില്ല. RSP ഏതെങ്കിലും ജാതിക്കോ മതത്തിനു വേണ്ടിയാണ് ഭരണം പിടിക്കുന്നതെന്ന് പ്രഖ്യാപിച്ചിട്ടില്ല. അങ്ങനെ പ്രഖ്യാപിച്ചത് ലീഗാണ്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് അതിൽ അസ്വാഭാവികതയുള്ളത്. ഇത് ഞാൻ ചുമ്മാ പ്രാസത്തിന് വേണ്ടി പറഞ്ഞല്ല, തെളിയിച്ചു തരാം. എവിടെയാണ് ഔദ്യോഗികമായി പറഞ്ഞത്? മുസ്ലിം ഭരണം കൊണ്ടുവരാനാണ്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് മുസ്ലിം മുഖ്യമന്ത്രിയാക്കാനാണ് ഞങ്ങൾ ഇവിടെ രാഷ്ട്രീയം നടത്തുന്നതെന്ന് മുസ്ലിം ലീഗ് എവിടെയാണ് പറഞ്ഞത്? ജമാഅത്ത് മുസ്ലിം ലീഗ് പറഞ്ഞ KM ഷാജിയുടെ ഉദാഹരണം ഞാൻ ചൂണ്ടിക്കാണിച്ചു. ഇനി ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ ഇത്തവണ ആർക്കായിരുന്നു? എന്താണ് ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രഖ്യാപിത നിലപാടെന്താ? 2047 ആകുമ്പോൾ ഇന്ത്യ എന്താക്കണമെന്നാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രഖ്യാപിത നിലപാട്? അതും കൂടെ പറയും നിഷ. മനസ്സിലായില്ല. ജമാഅത്തെ ഇസ്ലാമിക്ക് ക്ലീൻ സ്ലേറ്റിൽ സർട്ടിഫിക്കറ്റ് കൊടുത്തത് ശ്രീമാൻ VD സതീശനല്ലേ? ജമാഅത്തെ ഇസ്ലാമി തങ്ങളുടെ നിലപാട് മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചു എന്ന് കേരളത്തിൽ ജമാഅത്തെ ഇസ്ലാമിക്ക് സർട്ടിഫൈ ചെയ്തത് ശ്രീമാൻ VD സതീശനാ. ജമാഅത്തെ ഇസ്ലാമിക്കാർ പോലും പറഞ്ഞിട്ടില്ല ഞങ്ങളത് ഉപേക്ഷിച്ചു എന്ന്. BJPക്ക് ഇപ്പൊ എന്നെ പ്രശ്നം, ഞങ്ങളുടെ മുഖ്യമന്ത്രിയുടെ പേര് VD സതീശൻ എന്നാ. VD സതീശൻ അമ്പലത്തിൽ പോയി തൊഴുത് പ്രാർത്ഥിക്കുന്ന VD സതീശൻ പള്ളിയിലും പോവും, എല്ലാ മതത്തിൽപ്പെട്ട മനുഷ്യരുമായിട്ട് സംസാരിക്കും. അത് അദ്ദേഹം ഒരു മതേതരവാദി ആയതുകൊണ്ടാ, കോൺഗ്രസ്സുകാരനായതുകൊണ്ടാ. സമുദായ നേതാക്കന്മാർ പറഞ്ഞാൽ അവരെ ആക്ഷേപിച്ചു. സമുദായ നേതാക്കന്മാർ മര്യാദയുള്ള ഭാഷയിൽ സംസാരിച്ചാൽ അങ്ങനെ തന്നെ തിരിച്ചുകൊണ്ടാവും. മര്യാദകേടും വർഗീയതയും പറഞ്ഞാൽ തിരിച്ചു കിട്ടും. ഇതൊന്നും പട്ടാള പറഞ്ഞോ? സ്വതന്ത്രമായിട്ടൊരു അഭിപ്രായം പറയാൻ മേലേ? മതമാണ് പ്രശ്നം എന്ന് KM ഷാജി പറഞ്ഞു. ആ പ്രസംഗം മൊത്തം കേൾക്കണം. KM ഷാജി പറഞ്ഞത് ഒരു വർഗീയ പ്രസംഗമല്ല. KM ഷാജി അദ്ദേഹത്തിന്റെ മുസ്ലിം സ്വത്വ ബോധത്തിൽ നിന്നൊരു കാര്യം പ്രസംഗിക്കുമ്പോൾ മറ്റേതെങ്കിലും മതവിഭാഗത്തിലുള്ള മനുഷ്യരെ വേട്ടയാടണമെന്നും അവരുടെ താലിച്ചരട് പൊട്ടിക്കണമെന്നോ അല്ലെങ്കിൽ അവരെ ആക്ഷേപിക്കുന്ന രീതിയിലോ ഒരു പ്രസ്താവന പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. അവനവന്റെ മതത്തിന് വേണ്ടി മറ്റുള്ളവരെ ആക്ഷേപിക്കുന്നതാണ് വർഗീയവാദം. അവനവന്റെ മത സ്വത്വ ബോധത്തിൽ നിന്ന് സംസാരിക്കുന്നതിൽ എന്താ തെറ്റ്? പറഞ്ഞിട്ട് കാര്യമില്ല, അതങ്ങനെ സ്വഭാവം. ശ്രീമാൻ ജിൻഡോയുടെ ഈ പ്രഭാഷണം കേൾക്കുമ്പോൾ ഏതൊരാൾക്കും മനസ്സിലാവും കോൺഗ്രസ് എങ്ങനെയാണ് മുസ്ലിങ്ങളുടെ ഇൻ ദ സെൻസ് മുസ്ലിം ലീഗിന്റെ വർഗീയ രാഷ്ട്രീയത്തിന് എത്രമാത്രം അടിപ്പെട്ടിട്ടുണ്ട് എന്നതിന്റെ ക്ലാസിക് എക്സാമ്പിൾ ആണ് ജിൻഡോ ഇവിടെ നടത്തിയ പ്രസംഗം. അടിമപ്പണിയൊക്കെ ചെയ്തിട്ട് നിനക്കെന്തൊരു ബുദ്ധിയാടാ കീടമേ. കാരണം ശ്രീമാൻ ജിൻഡോ, താങ്കൾ ഇപ്പൊ പറഞ്ഞല്ലോ KM ഷാജിയുടേത് സ്വത്വ രാഷ്ട്രീയവും വെള്ളാപ്പള്ളിയുടേത് വർഗീയവുമാകുന്നിടത്താണ് കോൺഗ്രസിന്റെ ഇരട്ടത്താപ്പ്. വെള്ളാപ്പള്ളിയോ സുകുമാരൻ നായരോ അവരവരുടെ സമുദായത്തിന് വേണ്ടി പറഞ്ഞാൽ വർഗീയത, മുസ്ലിം ലീഗ് നേതാവ് പറഞ്ഞാൽ സ്വത്വ രാഷ്ട്രീയം. ഇതിനെയാണ് ഞങ്ങൾ ചോദ്യം ചെയ്യുന്നത്. നിങ്ങൾക്കിതിനെ ഒരേപോലെ കാണാൻ പറ്റുന്നില്ല എന്നുള്ളിടത്താണ് കോൺഗ്രസിന്റെ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തെയും വർഗീയ രാഷ്ട്രീയത്തെയും ഞങ്ങൾ ചോദ്യം ചെയ്യുന്നത്. നിങ്ങൾക്ക് ജമാഅത്തെ ഇസ്ലാമി വർഗീയ പാർട്ടിയല്ല. നിങ്ങൾക്ക് കാന്തപുരം ഒരിക്കലും ഒരു സാമുദായിക നേതാവല്ല. അദ്ദേഹം കാന്തപുരമായാലും പാണക്കാട് തങ്ങളായാലും സാമുദായിക നേതാക്കന്മാരല്ല. ജിൻഡോ, ഞാൻ താങ്കൾ സമയമില്ലാത്തതുകൊണ്ടാണ് അവനവന്റെ മതത്തിനും സമുദായത്തിനും വേണ്ടി പറഞ്ഞാൽ ഒരു തെറ്റുമില്ല. നിങ്ങൾക്ക് എന്റെ സുഹൃത്തെ പ്രാതിനിധ്യം കിട്ടുന്നില്ല എന്ന് വെള്ളാപ്പള്ളി പറഞ്ഞത് വർഗീയമായി മാറി. അല്ല ജിൻഡോ, ഇത് ശരിയല്ല, ഇത് ശരിയല്ല ജിൻഡോ. നിങ്ങൾ അവിടെ സമാധാനമായിരിക്കും, നമ്മൾ മാന്യമായിട്ട് അവസാനിപ്പിക്കാം. ഞാൻ വീണ്ടും പറയാം. അതിനോടൊപ്പം തന്നെ മുസ്ലിം സമുദായങ്ങളെ ആക്ഷേപിക്കുമ്പോൾ വർഗീയമായിട്ട് കാണുന്നത്. സമുദായങ്ങൾക്ക് വേണ്ടി വാദിക്കണം, വാദിച്ചുകൊണ്ടേയിരിക്കണം. പക്ഷേ മുസ്ലിം സമുദായങ്ങളെ മോശമായിട്ട് അത് വർഗീയവാദമായിട്ട് മാറും. ഇതിന്റെ വ്യത്യാസം മനസ്സിലാക്കുന്നത് ഏകപക്ഷീയമായിട്ട് കേൾക്കുന്നത് കൊണ്ടാണ്. നിങ്ങളുടെ രാഷ്ട്രീയത്തെ ഞങ്ങൾ ചോദ്യം ചെയ്യുന്നത്. ഇവിടെ ശ്രീമാൻ VD സതീശൻ തെരഞ്ഞെടുപ്പിന് മുൻപ് മുസ്ലിം സമുദായത്തിലെ മുഴുവൻ സമുദായ നേതാക്കന്മാരുടെയും തിണ്ണനിറങ്ങി, ഏതെങ്കിലും ഒരു ഹിന്ദു സമുദായ നേതാവിന്റെ തിണ്ണനിറങ്ങിയില്ല എന്നിടത്താണ് ഞങ്ങൾ നിങ്ങളെ ചോദ്യം ചെയ്യുന്നത്. തനിക്ക് നാണമില്ലേണോ? ഇല്ല. അതെ തന്നെ.